ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ചോദിച്ചാൽ ഒരു പായസമാണ്. പായസം എന്ന് പറഞ്ഞാൽ വെറും പായസമല്ല, ഇത് നമ്മൾ ചപ്പാത്തി കൊണ്ടാണ് ഈ പായസം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണണം. കണ്ടാൽ മാത്രമേ ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നും എങ്ങനെയാണ് ചേർക്കുന്നതെന്നും ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ നോർമൽ വാട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. നന്നായിട്ട് തന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വയ്ക്കേണ്ട. നേരത്തെ തന്നെ ഞാനിതൊരു 3 ബോളാക്കി മാറ്റിയെടുക്കുന്നുണ്ട്. ഇതിന് കൈ കൊണ്ട് നന്നായി ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിനി പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ പൊടി ചേർത്ത് പരത്തുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ഇത് നമ്മളിനി കട്ട് ചെയ്തെടുക്കുമ്പോൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത് ഇച്ചിരി പൊടി കൂടുതലിട്ട് നമ്മൾ പരത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തണം. തീരെ കനം കുറച്ച് പരത്താൻ പാടില്ല, എന്നാൽ അധികം കനത്തിലും പരത്താൻ പാടില്ല. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് നന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഒരു സൈഡ് മുഴുവനായി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതും മുഴുവനായി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഇത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അടർത്തിയെടുക്കണം. അടർത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മാവ് ഇതുപോലെ പരത്തി ഈ ഒരു ഷേപ്പിൽ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഈ ഒരു ഷേപ്പിലും ഈ ഒരു കനത്തിലും വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഇതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 250 ഗ്രാം ശർക്കര ഞാൻ പൊടിച്ചെടുത്തതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് പാനിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. കാരണം കല്ലും മണ്ണൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ്. ഞാൻ ആ 3 ബോളിൽ നിന്നും തയ്യാറാക്കി എടുത്തത് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടായിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കൂടുതൽ ഒഴിക്കുന്നതിന് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ പായസത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത തേങ്ങാക്കൊത്താണ്. ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഇനി കാഷ്യൂനട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 3ഉം കൂടി നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ, കാരണം ഇത് കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം നല്ല ബ്രൗൺ ഷെയ്ഡിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ നമുക്കൊന്ന് മാറി കിട്ടണം. അതുപോലെ തന്നെ ഇതിൻ്റെ കളറൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്കിനി ഇതിലേക്കൊരു 1 കപ്പ് പാലാണ് പശുവിൻ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമ്മൾ വിതറി ഇട്ട് കൊടുക്കണം. കാരണം ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ ഇത് കട്ട കൂടി കിടക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ വിതറി തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കണം.
എന്നിട്ട് ഈ സ്പൂൺ കൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്നൊരു മൂടി വെച്ച് നമുക്കൊരു 15 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഈ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. കാരണം അടിക്ക് പിടിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അതുകൊണ്ട് ഈ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളൊരു 2-3 വട്ടം നമുക്കിതൊന്ന് മൂടി തുറന്ന് ഇതുപോലെ ഒന്ന് പതിയെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ആ സമയം നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പായസം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ചപ്പാത്തി കഷ്ണങ്ങളെല്ലാം വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ശർക്കര പാനിയാക്കി മാറ്റി വെച്ചില്ലേ, അത് ഇതിലേക്ക് ഇനി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തീർന്നിട്ടില്ല, കുറച്ച് പരിപാടി കൂടെ ഇതിലേക്കുണ്ട്. അത് നമ്മുടെ ഏലക്ക പൊടിച്ച് ചേർക്കലാണ്. അതിന് ഏലക്കയും ഞാൻ ഒരു നുള്ളു ജീരകവും കൂടെ, നല്ല ജീരകം കൂടെ ഇതിലേക്ക് പൊടിച്ച് ചേർക്കുന്നുണ്ട്. ജീരകം വേണ്ടാത്തവർ ചേർക്കണമെന്നില്ല, ഏലക്ക മാത്രം പൊടിച്ച് ചേർത്താലും മതി. അപ്പം ഞാനിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പായസത്തിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.